സെബ്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. സൗണ്ട് ബാറും അതുപോലെ എന്താ പറയുക ഗെയിമിംഗ് സൗണ്ട് ബാറും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾ ഭയങ്കര റെസ്പോൺസാണ് നൽകുന്നത്. കിടിലൻ പ്രൈസിങ്, കിടിലൻ സൗണ്ട് ക്വാളിറ്റി. അവർ തന്നെ പുറത്തിറക്കിയ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് സെബ് സൗണ്ട് ബോംബ് G1. അപ്പോൾ ഇവരുടെ പല പ്രോഡക്റ്റിൻ്റെയും പേരിനോടൊപ്പം തന്നെ ഈ ബോംബ് എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ബോംബിനെ പോലെ തന്നെ പൊട്ടിത്തെറി, സൗണ്ടിൽ പൊട്ടിത്തെറി, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റ് തന്നെയാണ്. എനിവേ 2 പ്രോഡക്റ്റ് അവരിപ്പോൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് വയർലെസ് ഇയർബഡ് സെബ് സൗണ്ട് ബോംബ് G1. അപ്പോൾ അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ബ്ലൂടൂത്ത് വേർഷൻ 5 ആണെന്നും അതുപോലെ AAC സൗണ്ട് സപ്പോർട്ടുണ്ട്, അതുപോലെ ക്വിക്ക് പെയറിംഗ് മോഡാണ്, ഗെയിമിംഗ് മോഡുണ്ട് എന്നും പറയുന്നുണ്ട്. കൂടാതെ ഇതിനകത്ത് ടച്ച് കൺട്രോൾ ഉണ്ട്, കോൾ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഡീപ് ബാസ് ആണ്, ടൈപ്പ് സി ചാർജിങ് ആണ്, സ്പ്ലാഷ് പ്രൂഫ് ഉണ്ട്, അപ് ടു 14 hours പ്ലസ് ടോട്ടൽ ചാർജിങ് ഇത് നിൽക്കും. നമ്മളുടെ ഹൃതിക് റോഷനാണ് ഇതിൻ്റെ എല്ലാം മോഡൽ. അതുപോലെ ഈ ഒരു ഇയർബഡിൻ്റെ പ്രത്യേകത, ഇത് ആപ്പിളിൻ്റെ ഹേ സിരി അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വോയിസ് അസിസ്റ്റൻറ്റ് സപ്പോർട്ടുള്ളതാണ്. ഇതായിരിക്കുന്നു നമ്മളുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. നോക്കി, വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാർജിങ് കേസാണ് ഇത്തവണ സെബ്രോണിക്സ് ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചാർജിങ് കേസ്. അതിലേക്ക് വരാം. കൂടാതെ ഇതേ ഒരു ചെറിയ ബോക്സ് ഇതിനകത്തുണ്ട്. ചാർജിങ് കേബിളാകും നോർമലി. ടൈപ്പ് സി ചാർജിങ് കേബിൾ, അതൊരു 2 കളർ ഡ്യുവൽ ടോൺ കളറിലാണ്, യെല്ലോ വിത്ത് ഗ്രീൻ. അതുപോലെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എക്സ്ട്രാ ഇയർ ടിപ്പും തന്നിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സെബ്രോണിക്സിൻ്റെ ഈ ഒരു ചാർജിങ് കേസ്. നോക്കിയേ, അടിപൊളിതേ. ഇവിടെ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ചാർജിങ് കേസിൻ്റെ ഇവിടെ നോക്കിയാൽ LED ലൈറ്റ് ഇതുപോലെ സെബ്രോണിക്സിൻ്റെ Z ആണെന്ന് തോന്നുന്നു ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഈ ഇയർബഡുകളിലും ഇത്തരത്തിലുള്ള പെയറിംഗ് മോഡിലേക്കുള്ള LED ഇൻഡിക്കേഷൻ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഇതാണ് ഇയർബഡുകൾ. ഞാൻ പുറത്തേക്ക് എടുത്തു. നല്ലൊരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു LED ലൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു RGB ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയും നല്ലൊരു ഭംഗി ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്തിന് സൈസ് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈവർ കുറച്ച് വലുതാണെന്ന് തോന്നുന്നു. അതിൻ്റെ സൈസ് എത്ര ആണെന്ന് കൃത്യമായിട്ടൊരു മെഷർമെൻറ്റ് അവർ തന്ന ഡോക്യുമെൻറ്റിലും കണ്ടില്ല. എന്തിനായാലും ബാസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഏരിയ കുറച്ച് സാധാരണ ഇയർബഡുകളേക്കാൾ വലുതായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എനിവേ നല്ല ഒരു ഫിനിഷ് ഉണ്ട്. ഒരു മാറ്റ് ഫിനിഷാണ്, ഗ്ലോസി അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെവിയിലേക്ക് വെക്കേണ്ടത്. ഇൻ ഇയർ ആണ്. ചെവിയിലേക്ക് വെക്കുമ്പോൾ ആ ഒരു ഇയർബഡിൻ്റെ ആ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഇത്തിരി ഒരു വലിപ്പം കൂടുതലുള്ളത് കൊണ്ടാവണം ഈ സ്റ്റെം എന്ന് പറയുന്നത് കണ്ടില്ല, ഇവിടെ ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്, അങ്ങ് ചെവിയോട് ചേരുന്നില്ല. അപ്പോൾ ആ ഒരു ഇയർബഡിന് ഇച്ചിരി ഒരു വലിപ്പം കൂടുതലായിട്ട് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. ആ സ്റ്റെമ്മൊന്നും വലിയ വൃത്തികേടൊന്നുമില്ല, ഒതുങ്ങി ഇരിക്കുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 45 ഗ്രാമാണ്. അതുപോലെ 1.5 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ 3.5 മണിക്കൂർ കണ്ടിന്യൂസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. പക്ഷേ ഇന്ന് വരുന്ന പല ഇയർബഡും നമുക്ക് 4-5 മണിക്കൂറൊക്കെ ഒറ്റ ചാർജിൽ ഇയർബഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ചാർജിങ് കേസിൽ വീണ്ടും ഇറക്കി വെച്ചൊരു 4 പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്ത് മൊത്തത്തിൽ 14 മണിക്കൂറൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു 14 മണിക്കൂർ കുറവാണ്. ഇന്ന് വരുന്ന പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളും 25 മണിക്കൂർ വരെയൊക്കെ ചാർജിങ് കേസുമായിട്ട് ചേർത്ത് വെച്ച് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ബാറ്ററി ഒരു ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക്, നമ്മൾ ഇന്ന് പരിശോധിച്ച ബ്ലാക്ക് കളർ, റെഡ്, പൂർണ്ണമായിട്ടും റെഡ് കളർ, പിന്നെ ബ്ലാക്ക് വിത്ത് റെഡ്, അങ്ങനെ 3 കളറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ അടുത്തത് സൗണ്ട് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യാം. അപ്പോൾ ഫോണിലെ ബ്ലൂടൂത്ത് ഏരിയയിൽ വന്ന് ഇവിടെ പെയർ ന്യൂ ഡിവൈസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ കണ്ടില്ലേ സെബ് സൗണ്ട് ബോംബ് G1 കാണിക്കുന്നുണ്ട്. ഒട്ടും ഡിലേ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ അതുകൊണ്ട് തന്നെയും പെയറിംഗ് സാധ്യമാകുന്നുണ്ട്. യെസ്, 100% ബാറ്ററി ഉണ്ട് എന്നും കാണിക്കുന്നു. അതുപോലെ ഈ ഒരു ചാർജിങ് കേസിൻ്റെ ഓപ്പണിങ്ങിനും പ്രത്യേകത ഉണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലും ഇത്തരത്തിലായിരുന്നില്ല ചാർജിങ് കേസ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഫിറ്റിങ്ങും പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, ചെവിയിൽ നിന്ന് തെറിച്ചു പോകുന്നൊന്നും പേടിക്കേണ്ട. ഇൻ ഇയർ ആണ്. ഇനി നമുക്കിതിൻ്റെ പാട്ടൊന്ന് കേട്ടു നോക്കാം. ഇതിലൂടെ അടിപൊളി സൗണ്ട് കേട്ടോ, നല്ല ബാസ്. അതായത് നമ്മളൊരു വലിയ സ്പീക്കർ സിസ്റ്റത്തിൻ്റെയൊക്കെ അടുത്തിരുന്ന് പാട്ടൊക്കെ കേൾക്കുന്ന പോലുള്ളൊരു എഫക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഗെയിമിംഗ് മോഡുണ്ട്. അതായത് ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് മ്യൂസിക് മോഡിലേക്കും ഗെയിമിംഗ് മോഡിലേക്കും മാറി മാറി വരും. ഗെയിമിംഗ് മോഡിലേക്ക് മാറുമ്പോൾ ആ ഒരു ലേറ്റൻസി പരമാവധി, ഡിലേ പരമാവധി കുറച്ചുകൊണ്ട് മ്യൂസിക് മോഡിലേക്ക് മാറും. അതുപോലെ ടച്ച് കൺട്രോളുകളും ഒക്കെ ഇതിനകത്തുണ്ട്.
പാട്ട് പ്ലേ പോസ് ചെയ്യാൻ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ടച്ച് കൺട്രോൾ ഉണ്ട്. അതായത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടൊക്കെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെയുള്ള ടച്ച് കൺട്രോളുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും സൗണ്ട് ക്വാളിറ്റി നല്ല ബാസ് ഉണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 3999 രൂപയാണ് കമ്പനി ബോക്സിൻ്റെ പുറത്തൊക്കെ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇപ്പോൾ ആമസോൺ വഴി നമുക്ക് വെറും 1499 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. അപ്പോൾ നല്ല പ്രൈസിംഗ് അല്ലേ? ആ പ്രൈസിങ്ങിന് നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. നല്ല ഒരു ക്വാളിറ്റിയും നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. മീഡിയം ക്വാളിറ്റി നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.